നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു ഫോളോവർ എന്നോട് കാർ ഡ്രൈവിംഗ് സംബന്ധിച്ചൊരു സംശയം കമൻറ്റ് ബോക്സിൽ ചോദിച്ചു. നല്ലൊരു സംശയമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്നാൽ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. അതായത് ഒരു വാഹനം സെക്കൻഡ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വാഹനം കിടക്കുന്നു, സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുത്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണോ? ഞാൻ ചെറിയ വാഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, വലിയ വണ്ടികളെക്കുറിച്ചല്ല. ഒരു നിരപ്പായിട്ടുള്ള റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. ഇനി ചെറിയ ഇറക്കങ്ങളായിട്ടുള്ള ഒരു റോഡാണെങ്കിൽ നമുക്കൊരു വാഹനം സെക്കൻഡ് ഗിയറിൽ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. എന്നാൽ വാഹനം എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഒരു നിരപ്പ് റോഡിൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, സെക്കൻഡ് ഗിയറിന് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ചുള്ള ഒരു ടോർക്ക് അല്ലെങ്കിൽ ഒരു വാഹനത്തെ മുന്നോട്ട് ഈസി ആയിട്ട് നീക്കാനായിട്ടുള്ള ഒരു ശേഷിയില്ല. നമ്മൾ സെക്കൻഡ് ഗിയറിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ക്ലച്ചിൽ നമുക്ക് വാഹനത്തെ മുന്നോട്ട് നീക്കാനായിട്ട് സെക്കൻഡ് ഗിയറിൽ വളരെ ബുദ്ധിമുട്ട് വരും. നല്ല രീതിയിൽ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ക്ലച്ചിൽ വണ്ടി നീങ്ങത്തുള്ളൂ. എന്നാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ എടുക്കുന്നതെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വാഹനം ഉരുണ്ടു തുടങ്ങും. ഇതിനർത്ഥം നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് വണ്ടി എടുക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു പവറിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കാനായിട്ടാണ് പറഞ്ഞത്. നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം ചെറുതായിട്ട് വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് ആവശ്യമുള്ള ഒരു ലൈറ്റ് ആക്സിലറേഷനും കൂടെ കൊടുത്തെടുക്കുകയാണെങ്കിൽ വാഹനം സ്മൂത്തായിട്ട് എടുക്കാം. വണ്ടി എടുക്കുന്നതിനൊരു താളം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വ്യത്യാസം എന്ന് പറയുന്നത്, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ വാഹനത്തെ മുന്നോട്ട് സെക്കൻഡ് ഗിയറിൽ നീക്കുമ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങാനായിട്ട് മടി കാണിക്കും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി എടുക്കുന്ന ഒരു സ്വഭാവം ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ആക്സിലറേഷൻ കൊടുക്കും. ഹാഫ് ക്ലച്ച് നമ്മൾ കൂടുതലായിട്ട് ഹാഫ് ക്ലച്ചിൽ കാല് ബാലൻസ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ക്ലച്ച് ഡിസ്കിനും ഫ്ലൈ വീലും തമ്മിൽ ഒരുപാട് ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കും. അങ്ങനെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കും. ഒപ്പം തന്നെ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്നത് കൊണ്ട് കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആക്സിലറേഷൻ ഒന്നും ഒരു നിരപ്പ് റോഡിൽ കൊടുക്കേണ്ടതായിട്ടില്ല. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുമ്പോൾ തന്നെ വാഹനം മൂവ് ആകാനായിട്ടുള്ള ഒരു പ്രതീതിയിൽ നിൽക്കും. പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി പതുക്കെ അനങ്ങി തുടങ്ങും. ആ സമയത്ത് ലൈറ്റ് തൊട്ടൊരു ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫ്യൂലൊന്നും കത്തിത്തീരത്തില്ല. വാഹനം മുന്നോട്ടെടുത്ത് വണ്ടി റൺ ചെയ്താൽ ഉടൻ തന്നെ നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുത്ത് വാഹനത്തെ നീക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പരമാവധി വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.